സെജൽ ഡൊമിനിക്. ഞാൻ അരുക്കുറ്റി സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 മാർച്ച് മാസം 14-ാം തീയതിയാണ്. ഒത്തിരിയേറെ വിഷമിച്ചാണ് ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയുടെ കൃപയുടെ വാസസ്ഥലമായ കൃപാസനത്തിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു. ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ ഞങ്ങൾ നടത്തിയിരുന്നു. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, അക്യുപഞ്ചർ, അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ പോകാൻ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് അവിടെയെല്ലാം ഞങ്ങൾ പോയി. അവസാനം ഞങ്ങൾ തന്നെ മടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് മക്കളില്ല. അവസാനം ഞങ്ങൾ ചിന്തിച്ചു, ദൈവഹിതം നിറവേറട്ടെ. എല്ലാവരും പറയുന്നത് പോലെ ഞങ്ങളും കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചു. കൃപാസനത്തിൽ വന്നതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായി. ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചിട്ടയായി നടത്തുന്നതിനുള്ള മനസ്സും, ഇവിടെ ഉടമ്പടി എടുത്തതിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുവാൻ അതീവ തൽപരരായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും. ഞങ്ങൾ രണ്ടുപേരും ജപമാല മുടങ്ങാതെ ചൊല്ലിയും ദിവസേന ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് മക്കളില്ല. ഓരോ മാസവും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി ചെക്കപ്പ് നടത്തും. പിന്നെയും മക്കളില്ല. എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യമായി ഞങ്ങൾ നടക്കുകയായിരുന്നു. എങ്കിലും ഞങ്ങൾ കൃപാസനത്തെ ഉപേക്ഷിച്ചില്ല. ഇവിടെ വന്ന് എപ്പോഴും ഞങ്ങൾ ഉടമ്പടി പുതുക്കുവാനായിട്ട് അതീവ തൽപരരായിരുന്നു. ഞങ്ങൾ ഉടമ്പടി മുടങ്ങാതെ ഉടമ്പടി നിയോഗങ്ങളുമെല്ലാം മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 2023 ഡിസംബർ മാസത്തിലും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിപ്പോയി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയോട് പറഞ്ഞ് ഒരു കുഞ്ഞിനെങ്കിലും നിനക്കെനിക്ക് വാങ്ങിച്ചു തന്നുകൂടെ? ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മയുടെ ഇഷ്ടവും ഈശോപ്പയുടെ ഇഷ്ടവും നിറവേറട്ടെ. എൻ്റെ ഹിതമല്ലല്ലോ നിറവേറേണ്ടത്. എങ്കിലും എനിക്ക് വിശ്വാസമായിരുന്നു, ഈ മണ്ണിൽ വന്ന് കാലുകുത്തി പറഞ്ഞതെല്ലാം നമുക്ക് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തുടർച്ചയായും പ്രാർത്ഥന മുന്നേറിക്കൊണ്ടിരുന്നു. കാരുണ്യ പ്രവർത്തികളും അത് നന്നായിട്ട് നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ അത്ഭുതം എന്ന് പറയുന്ന പോലെ എനിക്ക് ഏപ്രിൽ മാസം വലിയൊരു അത്ഭുതമായ ഒരു പോസിറ്റീവ് കിട്ടി. എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് കിട്ടുകയുണ്ടായി. അങ്ങനെ എനിക്ക് വിശ്വാസമായി, അമ്മയാണല്ലോ ഈശോയോട് പറഞ്ഞ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഉദരത്തിൽ എപ്പോഴും ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു 3 മാസം ശേഷം എനിക്ക് ചെറിയ രീതിയിൽ ബ്ലഡ് സ്പോട്ടിങ് കണ്ടു തുടങ്ങി. അത് കുറേശ്ശെയായി ബ്ലീഡിങ്ങിലേക്ക് ആയി. അങ്ങനെ ചെറിയൊരു സങ്കടം, മാനുഷ്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിരാശയായി. മാതാവ് തന്ന കുഞ്ഞാണ്. പിന്നെയും ഒരു വിശ്വാസം, അമ്മ ഈശോയോട് ചോദിച്ച് വാങ്ങിച്ചു തന്ന കുഞ്ഞാകുമ്പോൾ അമ്മയും ഈശോയും കൂടി കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു. അങ്ങനെ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ സ്കാനിങ് ചെയ്തു. എങ്ങനെ ഈ ബ്ലഡ് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങുമായെന്ന് ഡോക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഡോക്ടറും പറഞ്ഞു. അങ്ങനെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ നിരന്തരം ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം ഞാനൊരു 10 തവണ 15 തവണ, എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് എപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ എല്ലാ ഫലമായി എൻ്റെ ബ്ലീഡിങ്ങിന് ഒത്തിരി ആശ്വാസവും ഉണ്ടായി. അങ്ങനെ എനിക്ക് 2024 ഡിസംബർ 17-ാം തീയതി ഈശോയും പരിശുദ്ധ അമ്മ മാതാവും കൂടി ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയുവാനുള്ളത്, കേറ്ററ്റ് എക്സാം വിജയിച്ചതിനെ തുടർന്നാണ്. 3 തവണ പരാജയപ്പെട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ കഴിവ് കൊണ്ടൊന്നും എനിക്ക് നേടാൻ സാധിക്കില്ല. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷയായ കേറ്ററ്റ് എക്സാം എനിക്ക് പാസ്സാകാൻ സാധിക്കട്ടെ, ഈശോ തീരുമാനിക്കട്ടെ. എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും നേടുവാൻ സാധിച്ചിട്ടില്ല.
അങ്ങനെ ഇരിക്കെ 2021 തന്നെ എനിക്ക് എക്സാം എഴുതുവാനും ആ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് എക്സാം പേപ്പർ കിട്ടിയത് മാത്രം ഓർമ്മയുണ്ട്. 3 തവണ എഴുതിയ എക്സാമിനേക്കാൾ ഭയങ്കര ടഫായ ക്വസ്റ്റ്യൻസാണ് 4ാം തവണ ഞാൻ നേരിടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, ഇത് എനിക്ക് ഒരിക്കലും പാസ്സാകാൻ സാധിക്കില്ല. എന്തെങ്കിലും അത്ഭുതം നിനക്ക് മാത്രം പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കാശിരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അറിയാവുന്നതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസേഴ്സ് ബബിൾ ചെയ്തു. പിന്നീട് എനിക്ക് വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നോക്കിയപ്പോൾ എനിക്ക് 82 മാർക്സ് വേണ്ട സ്ഥാനത്ത് 72 മാർക്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവേ, ഞാൻ തോറ്റുപോയോ? അങ്ങനെ ഞാൻ നിരാശയിരിക്കെ കൃപാസനത്തിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അന്നേരം ഫോൺ അറ്റൻഡ് ചെയ്ത സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോള് സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോളൂ. മാതാവ് ഈശോയോട് പറഞ്ഞ് നിനക്ക് വേണ്ട 82 മാർക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഞാൻ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ മെയിൻ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് 86 മാർക്ക് നൽകി ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് 3ാമത്തെ സാക്ഷ്യം പറയുവാനുള്ളത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് ഫിഷർ മൂലം ഭയങ്കര വേദനയും അസ്വസ്ഥതയും മൂലം ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് അമ്മ പോകുമ്പോൾ എന്നെ നോക്കുവാനോ ആരും വീട്ടിലുണ്ടാവില്ല. അമ്മയ്ക്ക് ഭയങ്കര നിരാശയായിരുന്നു. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും, ആര് നോക്കും, ആര് വീട്ടിലെ ജോലി ചെയ്യും, എനിക്കാണെങ്കിൽ ഫുൾ ബെഡ് റെസ്റ്റും. അങ്ങനെ ഇരിക്കെ അമ്മ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദിവസേന ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, വിഷമിക്കാനൊന്നുമില്ല, മരുന്ന് കൊണ്ട് ഇത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ, സർജറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മരുന്നുകൾ തുടർന്നു. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയ്ക്ക് ഇപ്പോൾ മരുന്നുകളൊന്നുമില്ല, പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കൃപാസനം പത്രം എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ മേടിക്കുമായിരുന്നു. എനിക്ക് വരുവാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ പ്രഗ്നൻസി പീരീഡ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും വന്ന് വാങ്ങിച്ച് എനിക്ക് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ടൈമിലെല്ലാം എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞ സമയത്ത് പോലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൃപാസനം പത്രം എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രം കൊണ്ടുപോയി ഞാൻ ഓരോ രോഗിയുടെയും കിടക്കയുടെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായവും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കാതെ, എൻ്റെ ബസ് ഫെയർ പോലും എനിക്ക് തിരിച്ചു വരുവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ, എനിക്ക് എത്ര രൂപ എൻ്റെ കയ്യിലുണ്ടോ, എൻ്റെ പേഴ്സിലുണ്ടോ, അത്രയും എമൗണ്ട് ഉള്ളതെല്ലാം ഞാൻ എൻ്റെ മുമ്പിലുള്ള രോഗികൾക്ക് ഞാൻ കൊടുത്തിരുന്നു. അതുപോലെ പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി വിതരണം ചെയ്ത് എല്ലാവർക്കും എത്തേണ്ട കാര്യങ്ങളിൽ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. കൂടാതെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയി അമ്മമാരെ കുളിപ്പിക്കുമായിരുന്നു. ഇത്രയും എനിക്ക് ചെയ്യുവാൻ സാധിച്ചിരുന്നതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. യേശയ്യ 49:13 ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ടെജൽ 12 വർഷമായിട്ട് അനുഭവിച്ചൊരു വേദനയാണ്. ടെജലും ഹസ്ബൻഡും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. അപ്പോഴും ഇവർ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ സമീപിച്ചപ്പോഴാണ് ഇവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ കേട്ടിട്ട് പരീക്ഷ അതൊക്കെ വിജയിക്കാൻ കഴിഞ്ഞതും അമ്മയുടെ അസുഖം മാറിയതുമെല്ലാം നോക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ തന്നെ ദുരിതമനുഭവിച്ച് വിഷമിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടും. നാം അവിടുത്തെ ജനവും കർത്താവും നമ്മുടെ ദൈവവും എന്നുള്ളൊരു ബന്ധം ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മൾ ദുരിതമനുഭവിച്ച് വിഷമിക്കുന്ന വിഷയങ്ങളിലെല്ലാം കർത്താവ് ഇടപെട്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്
കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.